എൻ്റെ അടുത്ത് ഒന്നായിട്ട് പേര് പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് ഈ ട്രാൻസ്മെൻ എന്ന് പറയുന്നത്, ഞാനായി ജീവിച്ചാൽ പോലെ. ഞാൻ എന്താണ് കാര്യം എനിക്ക് പറഞ്ഞേ മതിയാവും ലോകത്തിനോട്. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ കോൺട്രവേഴ്സി സബ്ജക്റ്റാണ് കേട്ടോ. ചിലപ്പോൾ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. എന്തായാലും ഞാൻ ഈ വിഷയം സംസാരിക്കും, കാരണം ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിഷയം വളരെ ക്ലിയർ ആയിട്ട് പറയാം. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളെ, അതായത് ട്രാൻസ്മാൻ, സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതും, അതുപോലെ ട്രാൻസ്വുമൺ ആയിട്ടുള്ള ആളുകളെ, സ്ത്രീയിൽ നിന്ന് പുരുഷനിൽ നിന്ന് സ്ത്രീയായിട്ട് മാറിയ ആൾക്കാരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വിസിബിൾ ആവുന്നത്, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്തുകൊണ്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചോദ്യവും പ്ലസ് അതിൻ്റെ പുറമെ ഒരു വിഷയം കൂടെ ആഡ് ചെയ്യാം. പൊതുവെ ട്രാൻസ്മെൻ ആളുകൾ വിസിബിൾ ആവുന്നില്ല എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സബ്ജക്റ്റ് അതൊരു പ്രശ്നം തന്നെയാണ്. ആ വിഷയത്തെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വിഷയം, എന്തുകൊണ്ടാണ് ട്രാൻസ്മെൻ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മെൻ ആളുകളുടെ ഒരു ഹോർമോൺ ലെവൽ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹോർമോൺ ലെവൽസ് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റോസ്റ്ററോൺ ആണ് മെയിൻലി ഈ ട്രാൻസ്മെൻ ആളുകൾ എടുക്കുന്ന ഹോർമോൺ, അതായത് മസ്കുലിനിറ്റി വരാൻ വേണ്ടിയിട്ട്, ബോഡിയിൽ മസ്കുലിനിറ്റി കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? സൗണ്ട് ചേഞ്ച് ആവുന്നു, വോയിസ് ചേഞ്ച് ആവുന്നു, അതുപോലെ തന്നെ ബോഡിക്ക് പവർ വരുന്നു, ബോണിന് പവർ വരുന്നു, അതുപോലെ തന്നെ വളരെയധികം മസ്കുലിനിറ്റി നാച്ചുറൽ ബോഡിയിൽ വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ബോഡി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് ബോഡി ഹാർഡാക്കാൻ വളരെ എളുപ്പമാണ്. ബട്ട് ഒരു ഹാർഡായിട്ടുള്ളൊരു സംഭവം സോഫ്റ്റ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്വുമൻ്റെ ബോഡി എടുത്ത് നോക്കുവാണെങ്കിൽ അവർ എടുക്കുന്ന ഈസ്ട്രജൻ ഹോർമോൺ വളരെ സ്ലോ ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത് ബോഡിയിലോട്ട്. ടെസ്റ്റോസ്റ്ററോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഹയർ ആയിട്ടാണ് ബോഡിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഈസ്ട്രജൻ ഹോർമോൺ എടുക്കുന്ന ട്രാൻസ്വുമൻസ് അവരുടെ ബോഡി ഹാർഡായിട്ട് നിൽക്കുന്ന സംഭവത്തിൽ നിന്ന് സോഫ്റ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ റിസ്ക് പ്രോസസ്സാണ്, അതുപോലെ തന്നെ സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ബോഡിയിൽ അത് പൊതുവെ അങ്ങ് എളുപ്പത്തിൽ കാണിക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നോക്കി കാണുമ്പോൾ ട്രാൻസ്വുമൺ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കാരണം. പിന്നെ നമ്മൾ പല ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ചേഞ്ച് ആവത്തില്ല. അതുപോലെ തന്നെ പല രീതിയിലുള്ള ബോഡിയിൽ ചേഞ്ച് വരാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ സർജറി ചെയ്യണം വോയിസ് ചേഞ്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഫേഷ്യലിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സർജറി ചെയ്താൽ മാത്രമാണ് മാറ്റം വരും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒന്നും ഇത് എടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആവത്തില്ല. അപ്പോൾ അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് പോലത്തെ സംഭവങ്ങൾ എടുക്കേണ്ടി വരും. ട്രാൻസ്മെന്നെ വെച്ച് നോക്കുവാണെങ്കിൽ എടുക്കുന്ന ഹോർമോൺ സോഫ്റ്റ് ബോഡി ഹാർഡറിലോട്ട് മാറ്റുക എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹാർഡറിന് നമ്മൾ സോഫ്റ്റ് ആക്കുകയാണ് വളരെ റിസ്ക് പ്രോസസ്സാണ്. നിങ്ങൾ എന്ത് സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളൊരു കട്ടിയുള്ള സംഭവം അത് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? പക്ഷെ സോഫ്റ്റ് ആയുള്ള സംഭവം നമുക്ക് കട്ടിയാക്കി എടുക്കാൻ വളരെ എളുപ്പമല്ലേ? അതന്നെ, സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ട്രാൻസ്വുമനെ മനസ്സിലാക്കാൻ ഒരുപാട് സർജറി ചെയ്യണം, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അവർ ആ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വർഷം എടുത്ത് ഒരുപാട് സർജറികൾ ചെയ്താൽ മാത്രമാണ് അവരുടെ ബോഡിയിൽ അത് കാണിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഇനി പറയാൻ പോകുന്ന വിഷയം കുറച്ച് കോൺട്രവേഴ്സി സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണ് ട്രാൻസ്മെൻ ആളുകൾ വിസിബിൾ ആവാത്തത്, ട്രാൻസ്മെൻ ആളുകൾ മാത്രം കാണുന്നത്? അപ്പോൾ അതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളും കൂടിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ കേരളത്തിലെടുത്ത് നോക്കട്ടെ, മറ്റുള്ള സംസ്ഥാനമൊക്കെ നമുക്ക് വിടാം. കേരളത്തിൽ ഞാൻ കണ്ടിടത്തോളം ട്രാൻസ്വുമൻ്റെ ഒരു കാറ്റഗറിയാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഒരുപാട് ട്രാൻസ്വുമൻസ് ആളുകളുണ്ട്, ഒരുപാട് ട്രാൻസ്വുമൻസ് ആൾക്കാർ. ട്രാൻസ്മെൻ ആളുകളും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഒരുപാട് വിഷയങ്ങൾ കാരണം കമൗട്ട് ആവുന്നില്ല. ഫാമിലി തന്നെയാണ് മെയിൻ ഇഷ്യൂ. ഫാമിലി ഇഷ്യൂ കാരണം കമൗട്ട് ആവുന്നില്ല. ഞാൻ ട്രാൻസ്മെൻ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആണെന്ന് മറ്റുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ മറ്റുള്ളവരെന്നെക്കുറിച്ച് വിചാരിക്കുക എന്നുള്ളൊരു വിഷയമുണ്ട് മിക്ക ആൾക്കാരുടെ മനസ്സിലും. ഞാനൊരു മാറിക്കഴിഞ്ഞ ആണായി, കുറേ ആൾക്കാർ ട്രാൻസിഷൻ ചെയ്ത് സർജറി ചെയ്ത് ആണായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പാർട്ട്ണർ പറയും, കല്യാണം കഴിച്ചുള്ള ഭാര്യയോ അല്ലെങ്കിൽ ലവറോ പറയും, നീ ട്രാൻസ്മെൻ എന്നുള്ള കാര്യം പുറത്ത് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് സമ്മതിക്കില്ല, കുടുംബക്കാർ സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കാരണം ട്രാൻസ്മെൻ ആളുകൾ സമൂഹത്തിൽ വിസിബിൾ അല്ല. ആണുങ്ങളായിട്ട് അവർ ജീവിക്കുന്നു, അവർ എന്തായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള വേറെ റീസൺ. ട്രാൻസ്മെൻ വെച്ച് നോക്കാൻ അവർക്ക് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. അവരെല്ലാം ഓപ്പൺ അപ്പാണ്, അവരെല്ലാം തുറന്നിട്ട് സംസാരിക്കും. ഓക്കെ, അവർക്ക് ഇങ്ങനെ പ്രശ്നമില്ല. അവർ ആരുടെ മുന്നിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഹൈഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഇത് വെച്ച് ഭയങ്കര മാച്ചിങ് ആണ്. എന്ത്, ട്രാൻസ് വുമൺ എന്തുകൊണ്ട് വിസിബിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നു? സത്യമല്ലേ? എന്തായാലും അവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെയ്യും. അപ്പോൾ പിന്നെ അവർക്കത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ട്രാൻസ്മെൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, അപ്പോൾ അവർക്ക് ഹൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ട്രാൻസ് വുമൻസിൻ്റെ പല ആധാർ കാർഡ് എടുത്ത് നോക്കിയാൽ അവർ ജെൻഡർ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ എന്നായിരിക്കും. ട്രാൻസ് മെന്നിൻ്റെ ആധാർ കാർഡ് എടുത്ത് നോക്കിയാൽ മെയിൽ എന്നേ കാണുള്ളൂ. 1-2 പേരെ ട്രാൻസ്ജെൻഡർ ഉണ്ടാവുള്ളൂ. സത്യം, അത് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ, ഒക്കെ ചോയ്സാണ്. ഇതൊന്നും ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, ചോയ്സാണ്. അവർ സ്വന്തം ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാവരും കൊടുക്കണം എന്നൊന്നും ഞാൻ പറയണം. ഒക്കെ അപ്പോൾ എൻ്റെ ആധാർ എടുത്ത് നോക്കിയാലും മെയിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചോയ്സാണ്. ഞാനിതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണുള്ള കാരണങ്ങൾ. പിന്നെ ചില കാര്യത്തിലൂടെ എനിക്ക് യോജിക്കാനും പറ്റാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. പൊതുവേ ഈ കേരളത്തിലെ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ് വുമൻസിൻ്റെ കൗണ്ട് ഒരുപാട് കൂടുതലാണ് അല്ലേ. വിസിബിൾ ആവുന്നത് ഇവരാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ഇവരെ കാണുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മളൊക്കെ കാണുന്നതല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ട്രാൻസ് വുമൻസിനാണ് ഒരു മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എപ്പോഴും ഒരു ഇൻ്റർവ്യൂ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസ് വുമൻസിൻ്റെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ട്രാൻസ്മെൻ്റെ ഇൻ്റർവ്യൂ ഇല്ല? എന്താ ട്രാൻസ്മെന് ഇതുപോലത്തെ പ്രശ്നമൊന്നുമില്ലേ? ഇവരനുഭവിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ട്രാൻസ്മെനുള്ളത്. അതേ സർജറി, അതിലേറെ കോംപ്ലിക്കേറ്റഡ് സർജറിയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സ്റ്റേജിലൂടെയാണ് പോകുന്നത്, അതുപോലെ പ്രശ്നങ്ങളിലൂടെ പോകുന്നത്. എന്തുകൊണ്ടാണ് കാര്യം? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് കാര്യം? ഇതാണ് വിസിബിൾ ആവുന്നില്ല. വിസിബിൾ അല്ലാത്തതിൻ്റെ കാര്യമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ രൂപം കൊണ്ട് വാങ്ങുകൊണ്ടൊക്കെ ഒരു മെയിലാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ല എന്ന് പറയാം. അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടണമെങ്കിൽ ഒരു പെൺരൂപ തന്നെ വേണം അല്ലേ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ലല്ലോ, കൾച്ചറില്ല, ഹിജറ കൾച്ചറില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റേ എന്തായിരുന്നത്, കൊല്ലത്തുള്ള കൊറ്റക്കുളങ്ങര ടെമ്പിളിൽ പോയിട്ടുള്ള പരിപാടികളില്ല. നമുക്ക് അങ്ങനത്തെ വേറെ ആചാരങ്ങളില്ല, അങ്ങനത്തെ കലാപരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ അത്ര സംഭവമല്ല. അപ്പം ടി വിക്കാർക്കും അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വലിയ ഈ സംഭവം നടത്തുന്ന ആൾക്കാർക്കും വേണ്ടത് ഷോ കാണിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരെയാണ്. എന്നാലേ അവരുടെ ചാനലിന് കുറച്ച് പോപ്പുലർ ആകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ഫേമസ് ആകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലത്തെ ആൾക്കാരെയാണ്. ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ സംഭവങ്ങൾ എടുത്തു നോക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ കുറേ പറയേണ്ടി വരും. ട്രാൻസ് വുമൻസ് വരുന്നത്, ട്രാൻസ് വുമൻസിൻ്റെ കൂടെ ട്രാൻസ്മെൻ ആളുകൾ വരുന്നുണ്ട് പാർട്ട്നേഴ്സായിട്ട്. ഞാൻ കണ്ടിടത്തോളം ഇൻ്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ കൂടെ സൈഡായിട്ടൊരു പാർട്ട്ണർ ഉണ്ടാവും, ട്രാൻസ്മെൻ ആയിരിക്കും. ഇവൻ മുണ്ടാതെ ഇരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ഇൻ്റർവ്യൂ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയും. ബാക്കിയുള്ള വർത്താനം മുഴുവൻ പറയുന്നത് ട്രാൻസ്മെനാണ്. അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യാണ് അല്ലേ. ഇതാണുള്ള ഒരു വിഷയം. വേറെ ഒരു സംഭവത്തിന് ഒരു ട്രാൻസ്മെൻ ഞാൻ ആകെ കണ്ടത് ഒരു ആദം ഹാരിയെ കണ്ടിട്ടുണ്ട്. പ്രവീൺനാഥ് മരിച്ചുപോയി. അങ്ങനെ ഒന്ന് രണ്ട് പേര് ട്രാൻസ്മെനെ ഞാൻ പൊതുവെ അവരെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് ഒരു വേദിയിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു ട്രാൻസ്മെൻ ഞാൻ കണ്ടിട്ടില്ല. എത്ര ട്രാൻസ്മെൻസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കൂടുതൽ ആൾക്കാർ ഈ വേദിയിൽ പോയി സംസാരിക്കുന്നുണ്ട്. എത്ര ട്രാൻസ്മെൻ ഉണ്ട് ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾ. അല്ല, ഞാൻ ഇതിനൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറയാനുള്ള കാരണം ആൾക്കാരുടെ വിസിബിലിറ്റി വരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹൈഡ് ചെയ്ത് മാറി നിൽക്കേണ്ട ആൾക്കാരൊന്നുമല്ല. എന്തിനാ ഹൈഡ് ചെയ്ത് മാറിക്കേണ്ട ആവശ്യം? നിങ്ങൾ ആൾക്കാർ ഉണ്ട് എന്ന് അറിഞ്ഞാലാണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ, അവർക്ക് മനസ്സിലാവത്തുള്ളൂ, സമൂഹത്തിന് മനസ്സിലാവത്തുള്ളൂ. സമൂഹം മനസ്സിലാക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. അല്ലെങ്കിൽ സമൂഹം ഇത് മനസ്സിലാക്കില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആരും നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഹൈഡ് ചെയ്ത് നിങ്ങൾ ആരുടെ മുന്നിൽ ഹൈഡ് ചെയ്യുന്നത്? നിങ്ങൾ അച്ഛൻ്റെ അമ്മ അറിയാം എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കും അറിയാം, നിങ്ങളെ മനസ്സാക്ഷിക്കും അറിയാം നിങ്ങൾ എന്താണെന്നുള്ളത് ഇല്ലേ. പിന്നെ നമ്മൾ മാറിയ ആൾക്കാരെ നമ്മൾ ഇനിയിപ്പോൾ ആരെ ഹൈഡ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓപ്പൺ അപ്പ് ആവണം. വെറുതെ നമ്മൾ ഹൈഡ് ചെയ്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ അറിയോ?
ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് അറിയില്ല ആൾക്കാർ. ട്രാൻസ്ജെൻഡർ ബോർഡ് രൂപീകരിച്ചു കേരളത്തിൽ സ്റ്റേറ്റ് ലെവലിൽ. അതിൽ മുഴുവനും ട്രാൻസ്വുമൻസാണ്, നിരന്നിരിക്കുന്ന ട്രാൻസ്വുമൻസാണ്. 1-2 പേര് കണ്ണ് തട്ടാതെക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഉണ്ട് ട്രാൻസ്മെൻ ആളുകൾ. അല്ലാത്ത ട്രാൻസ്മെൻ ഇല്ല അതിൽ. എന്തുകൊണ്ട് ട്രാൻസ്മെൻ ഇല്ലാത്തത്? ട്രാൻസ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷനായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരാണോ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ട്രാൻസ്മെൻ ആളുകൾ പുരുഷനാണ്. പുരുഷനും സ്ത്രീക്കുള്ള അതേ ഈക്വാലിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്ന സംഭവമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്മെൻ ആൾക്കാർ ഇവരെ മാറ്റി നിർത്തുന്ന പരിപാടി അങ്ങ് ഒഴിവാക്കുക. എല്ലാത്തിനും ട്രാൻസ്മെൻസിനെ പോയി മൂട് താങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിനും അവരെ മൂട് താങ്ങിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഓർഗനൈസേഷൻ ഉണ്ട് കേരളത്തിൽ. ട്രാൻസ്മെൻറ്റ് ഓർഗനൈസേഷൻ, അമിഗോസ് ട്രാൻസ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ സംഭവങ്ങൾ കൊണ്ടുവരണം ഞാൻ പറയുള്ളൂ. പരിപാടി അങ്ങ് ഒഴിവാക്കുക. അവർക്കും ഒരുപോലത്തെ അവകാശങ്ങളും ഒരുപോലത്തെ സംഭവങ്ങളുണ്ട്. ഓക്കെ, എന്തെങ്കിലും പരിപാടി മാത്രം വിളിച്ചു കഴിഞ്ഞാൽ 1-2 പേര് വരുന്ന പരിപാടി അങ്ങ് ഒഴിവാക്കുക. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയുള്ളത്. ഒരുപാട് ട്രാൻസ്മെൻ ആൾക്കാർ എൻ്റെ സജഷൻ വെക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും ഓരോ ബോർഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ബോർഡിൽ ട്രാൻസ്മെൻ്റെ ഗ്രൂപ്പ് സെപ്പറേറ്റ് സ്ഥാപിച്ച് ആൾക്കാരെ ആഡ് ചെയ്യണം. എന്നിട്ട് ട്രാൻസ്മെന് വേണ്ടിയിട്ടുള്ള ഓരോ സംഘടന ഓരോ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ട്രാൻസ്മെൻ ആൾക്കാരുടെ പല രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുവരണം. ഓക്കെ, ഞാൻ കണ്ടിടത്തോളം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൽ നിൽക്കുന്നുള്ളൂ. കുറച്ച് പേര്, കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രം പല രീതിയിൽ ട്രാൻസ്മെൻ ആൾക്കാരെ ബാക്കിലോട്ട് വലിച്ച് കൊണ്ടുപോവാണ്. ഇറ്റ്സ് ട്രൂലി ബാഡ്. വളരെ മോശമാണ് സംഭവം, വളരെ മോശമാണ്. ട്രാൻസ്മെൻ ആൾക്കാർ പുറത്തോട്ട് വരണം, കം അപ്പ്. ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറിക്കേണ്ട കാര്യമൊന്നും ഇതിൽ വരുന്നില്ല. യു ഷുഡ് സ്പീക്ക് അപ്പ് റൈറ്റ്. സോ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം അല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടെന്ന് സമൂഹം അറിയത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് സമൂഹത്തിന് അറിയില്ല. സമൂഹം അറിയുന്ന ട്രാൻസ്മെൻസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ആളുകൾക്കുള്ള സർജറി കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ല. അവർക്ക് എന്തൊക്കെ വേണം? കാരണം ആകെ അവർ പഠിപ്പിക്കുന്നത് ട്രാൻസ്മെൻസിന് ഒരു മേക്കപ്പും സ്റ്റിച്ചിങ്ങും 1-2 കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് ട്രാൻസ്മെൻ ആൾക്കാർക്ക് പല രീതിയിലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് ഒരു ബോധവുമില്ല. പിന്നെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ്, ആകെ ഒരു ക്രിക്കറ്റ് ടീം എന്തോ വർഷത്തിലൊരിക്കലെങ്ങാനും കളിക്കണതേ ഉള്ളൂ. ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഔട്ടാവാത്തതിൻ്റെ കാര്യമാണ്. നമ്മളാൾക്കാർ നമ്മൾ പുറത്ത് വന്ന് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകാത്തതിൻ്റെ പ്രശ്നങ്ങളാണുള്ളത്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഷട്ടപ്പ് പറയണം. എന്താ ചെയ്യുക? നമുക്കൊന്നും പറയാനുള്ളൊരു റൈറ്റ് ഇല്ല. അവിടെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്മെൻസിൻ്റെ ഒരു കൂടുതൽ കാണുന്നു, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇക്വാലിറ്റി അവിടെ വരുന്നില്ല. ഇക്വാലിറ്റി ഇറ്റ് ഈസ് ഇനീക്വൽ തന്നെ പറയാം. ഈ സിസ്റ്റത്തിൽ, ഈ ട്രാൻസ്ജെൻഡർ സിസ്റ്റത്തിൽ ട്രാൻസ്മെൻ്റെ പങ്ക് വളരെ വളരെ കുറവാണ്. ഓക്കെ, എന്താ പറയുക, ഇത് വളരെയധികം ഒരു മോശപ്പെട്ട രീതിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്ത് പരിപാടി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കൗണ്ട് കുറവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ആളുകൾ കമൗട്ട് ചെയ്യൂ. അപ്പോൾ ഈ ട്രാൻസ്വുമൻസിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഇതാക്കുകയൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇതൊരു വിഷയമാക്കി കാണണം. കാരണം ഇങ്ങനെ ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ട്രാൻസ്മെൻ ആൾക്കാരില്ലാതെ ട്രാൻസ്മെൻസിന് മാത്രം കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള അക്സെപ്റ്റൻസ് സമൂഹത്തിൽ കുറയും. ട്രാൻസ്മെൻ്റെ അക്സെപ്റ്റൻസ് കുറയും. ഇങ്ങനെ ആൾക്കാർ എന്താ പറയുക, ചുമ്മാ ഒരു ഇതായിട്ടേ കാണുള്ള ആൾക്കാർ. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഒരുപാട് ട്രാൻസ്മെൻ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സപ്പോർട്ടാണ് ഇതുപോലെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിറങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ചുമ്മാ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ട്രാൻസ്മെൻ ആളുകളോട് പറയാനുള്ള കാര്യം, നമ്മൾ വീണ്ടും പറയണം, ഹൈഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഇതല്ല നമ്മൾ എന്താണ് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം? നമ്മൾ ആരുമില്ല നമ്മൾ ഹൈഡ് ചെയ്യുന്നത്. നോ യു ഡോണ്ട് ഹൈഡ്. എനിക്ക് ഞാനിതാക്കി പറയല്ല, എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഈ ട്രാൻസ്മെൻ എന്ന് പറയുന്നത്? ഞാനായി ജീവിച്ചാൽ പോലെയാണ്. ഞാൻ എന്താണ് കാര്യം എനിക്ക് പറഞ്ഞേ മതിയാവും ലോകത്തിനോട്. കാരണം അതൊരു റിമാർക്കബിൾ സ്റ്റോറിയാണ്. അല്ലാതെ ഞാൻ ഒന്നും അല്ലാതായിപ്പോവും. ഇത്രയും കാലം കഷ്ടപ്പെട്ടതോ സ്ട്രഗിൾ ചെയ്തതോ ഇങ്ങനെ ആയി മാറിയതിന് ഒരർത്ഥം ഉണ്ടാവില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചു വന്ന ഒരാളാണ്.
അതെനിക്ക് നാലാൾക്കോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കാലം ജീവിച്ചതിന് എന്തർത്ഥമുള്ളത് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഞാൻ വന്ന കഥ അറിയേണ്ട ആൾക്കാർ, ഇത് അറിഞ്ഞാലല്ലേ ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അതൊന്ന് ചിന്തിച്ച് നോക്കുക. ഐഡിയ ഉണ്ട് ആവശ്യം എന്താ ഉള്ളത്? ഇവിടെ എന്താ ഐഡിയ ഉള്ളത്? എത്ര കാലം നമ്മൾ ഐഡിയ ചെയ്ത് ജീവിക്കും? അല്ലെങ്കിൽ ആരോടെ ഹൈഡ് ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു രീതിയിൽ നമുക്ക് ഐഡിയ ചെയ്യാൻ പറ്റില്ല. എവിടെ ഐഡിയ ഉണ്ടത്? എൻ്റെ വീട്ടുകാർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാം, എൻ്റെ കൂടെ പഠിച്ചവർക്ക് അറിയാം, എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാലും എനിക്ക് അവിടെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സർട്ടിഫിക്കറ്റിലും പല രീതിയിലൊക്കെ എപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല. അവർക്കും അറിയാൻ പറ്റും. കല്യാണം കഴിച്ചാൽ പാർട്ട്ണർക്കും അറിയാൻ പറ്റും. പിന്നെ എവിടെ ഞാൻ ഹൈഡ് ചെയ്യണം? ആരെ മുന്നിൽ ഹൈഡ് ചെയ്യണം? എവിടെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ വിഷയം നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പുറത്ത് അറിയും. പുറത്തെങ്ങനെ അറിയും? ഇത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വി ഷുഡ് സ്പീക്ക് അപ്പ്. ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ഹൈഡ് ചെയ്യാനുള്ള വിഷയമില്ല. ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തതും സമൂഹം മാറ്റി നിർത്തുന്നതും. ഇതുകൊണ്ടാണ് നമ്മളെ സമൂഹം അക്സെപ്റ്റ് ചെയ്യാത്തതും മാറ്റി നിർത്തുന്നതും. ഇതൊരു ഒന്നുമല്ല, വിഷയം സംഭവം എല്ലാന്ന് ചോദിച്ച് കൊണ്ടുവരുന്ന പോലെ അങ്ങനെ ആക്കി മാറ്റണം. നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാണ്. നമ്മളെന്തോ ഹൈഡ് ചെയ്ത പോലെ ഇങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ വിങ്ങി കിടക്കും. നമുക്കത് അയ്യോ അവരെന്നെക്കുറിച്ച് അറിയും, ഞാൻ ട്രാൻസ്മാൻ അവരെന്നെക്കുറിച്ച് അറിഞ്ഞാൽ ഞാൻ എങ്ങനെ അവിടെ ജീവിക്കും, എങ്ങനെ എനിക്ക് ഇവിടെ നടക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് അവിടെ കിടക്കാൻ പറ്റും എന്നൊക്കെ പേടി വന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ ട്രാൻസ്മെന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ കാര്യം തുറന്ന് സംസാരിക്കണം. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തു, മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നു വീട്ടിൽ അക്സെപ്റ്റ് ചെയ്ത ഏത് ട്രാൻസ്മെൻ ആയാലും മെൻ്റലി ഇതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതില്ലാത്തൊരാൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെ ആൾക്കാർ എന്തിന് ധൈര്യം ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ അനുഭവിച്ച കാര്യം ലോകം അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് കാര്യം എല്ലാവരും അറിയണം. ട്രാൻസ് വുമൺ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. അവരനുഭവിച്ച കാര്യം അവർ തുറന്ന് സംസാരിക്കുന്നു. അവരെന്താ കാര്യം അവർ റിവീൽ ചെയ്യുന്നു. കാരണം അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. സെയിം നമ്മൾ തന്നെ അതുപോലെ നമ്മൾ ചെയ്യണം. നമ്മൾ ഇത്രയും അനുഭവിച്ചു, ഇനി ആരും അറിയണ്ട ഞാൻ എന്താണെന്നുള്ള കാര്യം. എന്താ അപ്പം അതിൻ്റെ കാര്യം? അപ്പം നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി, അങ്ങനെ ജീവിക്കുക. എനിക്ക് പിന്നെ കൂടുതൽ നമുക്ക് ഒരാളെ ഇതാക്കാൻ പറ്റില്ല, ഒരുത്തരം നമ്മൾ കമ്പൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ സജഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരാൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ പറയണം എന്ന് ഞാൻ പറയില്ല. അവർക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായുള്ള ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ന വ്യക്തി എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം, അറിയണം എന്നൊക്കെ ഉള്ളത് ഉണ്ട്. ഓക്കെ, പിന്നെ ഒറ്റൊരു കാര്യം, ഇതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് പറയണത്, അല്ലെങ്കിൽ എന്തിനാ ആണായിട്ട് മാത്രം ആരും അറിയാതെ ചോദിച്ചാൽ പോലെ എന്തിനാ ഇപ്പോൾ എല്ലാവരും മുന്നേ ട്രാൻസ്മെൻ എന്ന് വിളിച്ചു പറയണത്? ഇറ്റ്സ് മൈ ചോയ്സ്, എൻ്റെ ചോയ്സാണ്. സോ ഇറ്റ്സ് മൈ എന്താ പറയുക, എൻ്റെ ഇഷ്ടമാണ്. കാരണം പറഞ്ഞല്ലോ, ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളത്തോളം സംസാരിക്കണം എന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം, ലോകം അറിയണം. അത് നാളെ ഞാൻ മരിച്ചാലും അത് അറിയപ്പെടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാണ്, ഹിസ്റ്റോറിക്കലായിട്ട് സംഭവമാണ് അല്ലേ? ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു, അറിയണ്ടേ? അല്ല, നിങ്ങൾ എൻ്റെ ശില്പം ഉണ്ടാക്കി വെക്കാനെന്നല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം അറിയണം, നമ്മളെ പ്രശ്നങ്ങൾ ആൾക്കാർ അറിയണം. നമ്മളതൊരു അറിഞ്ഞാലാണ് അതിന് നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അറിഞ്ഞില്ലെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ അറിയാതെ നമുക്കൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ശ്രദ്ധിക്കുക ആൾക്കാർ കേട്ടോ. ഹൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ട്രാൻസ്മെന്മാർ വീട്ടിൽ പ്രശ്നമാണ്, നാട്ടിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരവരെ പാർട്ട്ണർ സമ്മതിക്കണില്ല, മറ്റോ സമ്മതിക്കണില്ല, കല്യാണം കഴിച്ച ഭാര്യ സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാൻ ട്രാൻസ്മാൻ എന്ന് ആർക്കും അറിയില്ല, എന്നെ വർക്ക് ചെയ്യുന്നിടത്ത് അറിയില്ല, മറ്റൊടുത്ത് ആരും അറിയില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടേ. എന്തിനാണ് നിങ്ങൾ പിന്നെ വെറുതെ ഇതിന് നിൽക്കണത്? അങ്ങനെ പേരുള്ള ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പഴയ പോലെ ജീവിക്കുകയെന്നല്ലേ. അപ്പോൾ ആരും അറിയില്ല. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഒക്കെ ഓരോരുത്തർ ചോയ്സാണ്, എന്നാലും എൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ നമ്മളെന്താണ് കാര്യം, നമ്മൾ റിവീൽ ചെയ്യണം, പുറത്തോട്ട് വരണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കൗണ്ട് കൂട്ടി കൊണ്ടുവരണം. കൗണ്ട് വളരെ കുറവാണ്. എന്ത് പരിപാടി എടുത്താൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഞാൻ ഏത് പരിപാടിയും കാണുന്നുള്ളൂ. അത് വളരെ മോശമാണ്. നമ്മളങ്ങനെ ആവരുത്. നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടില്ല, നമുക്ക് മറ്റുള്ള ആൾക്കാർ സപ്പോർട്ട് കിട്ടില്ല. ആൾക്കാർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസ് മാത്രം പറഞ്ഞു പോകും. അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് അതില്ല മറ്റേ ഇല്ല, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. നമുക്കുള്ള ആൾക്കാർക്കുള്ള ഒരു സംഭവം ഉണ്ടാവില്ല അവിടെ.
നമ്മളാൾക്കാരപ്പോൾ അവരൊക്കെ ആണുങ്ങളല്ലേ, അവർക്ക് എന്തിനാണെന്ന് ചോദിക്കും. മനസ്സിലായോ? അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കുക. ഓരോ കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, നമ്മൾ ഐഡിയ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഐഡിയ ചെയ്യണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ റിവീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എന്താണെന്നുള്ള കാര്യം. എൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ്. അത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം എൻ്റെ സംസാരം കേട്ടിട്ട് എത്ര ട്രാൻസ്മെന് ഞാൻ ട്രാൻസ്മെൻ എന്ന കാര്യം റിവീൽ ചെയ്യാൻ തോന്നുന്നുണ്ട്? കമൻറ്റ് ചെയ്യണേ. അതുപോലെ ട്രാൻസ്മെൻസിനും ചിലരുണ്ട്, ട്രാൻസ്മെൻസും ഉണ്ട് ഹൈഡ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർ. അപ്പം അവരോടും എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് ഞാൻ ട്രാൻസ്മെൻ റിവീൽ ചെയ്യുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ റിവീൽ ചെയ്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ടായിട്ടും ബ്രദറായിട്ടും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ റിവീൽ ചെയ്യണം. എനിക്കറിയുന്ന ആൾക്കാരെ, എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനും എനിക്കറിയുന്ന ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലെക്സും പിടിച്ച് റോട്ടിൽ വിളിച്ച് വേണമെന്നല്ല പറയണത്. നിങ്ങൾ ട്രാൻസ്മെൻ ഇങ്ങനെ റോട്ട് പോകുന്ന ആൾക്കാരോട് ഇങ്ങനെ കാണുന്നത്, ചേട്ടാ ഞാൻ ട്രാൻസ്മെനാണ്, ചേച്ചി ഞാൻ ട്രാൻസ്മെനാണ്, ചേച്ചി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കറിയുന്ന ആൾക്കാരടുത്ത് നമ്മൾ പറയണം, നമുക്ക് ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാരടുത്ത് പറയണം. അപ്പം നമ്മൾ അതിൻ്റെ റിവീൽ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളെ കണ്ട് നമുക്ക് മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ആൾക്കാരുണ്ട് ഇതുപോലെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോ സംസാരിക്കാനുള്ളത്. സംഭവം കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റ് ഇടുക, മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. ട്രാൻസ്മെൻ കമൻറ്റ് ഇട്ടോ, രണ്ടും സ്വീകരിക്കും. അല്ലാത്ത ആൾക്കാരും കമൻറ്റ് ഇട്ടോ, എല്ലാം സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ, ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ, അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോകുന്നത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.